കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നു വന്നത് 2 പേരുകൾ മാത്രമാണ്. ഒന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രണ്ടാമൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എന്നാൽ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 5 മാസം ബാക്കി നിൽക്കുമ്പോൾ മൂന്നാമനായി അവതരിക്കുകയാണ് KC വേണുഗോപാൽ. മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടെന്ന് പരോക്ഷമായി പറഞ്ഞ് KC വേണുഗോപാൽ കളം നിറയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയൊരു ബോംബ് പൊട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത് ആദ്യമായിട്ടാണ് 3 വലിയ പേരുകൾ കോൺഗ്രസിന് മുന്നിലെത്തുന്നത്. നേരത്തെ പല കാലഘട്ടത്തിലും അധികാരത്തിലെത്തിയെങ്കിലും അന്നൊക്കെ ഒറ്റ പേരിലേക്ക് ചർച്ചകൾ ഒതുങ്ങിയിരുന്നു. അവിടെയാണ് 3 പേരുകൾ കോൺഗ്രസിന് മുന്നിൽ മഹാമാരി പോലെ ഉയർന്നു നിൽക്കുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പിന്നിൽ ചുറ്റിക്കൊണ്ടിരുന്ന ഗ്രൂപ്പ് ബലാബലങ്ങൾ ഇപ്പോൾ KCക്ക് പിന്നിലേക്ക് മാറുകയാണ്. ചങ്കായി ഒപ്പം നിർത്തിയ ഷാഫി, രാഹുൽ വിഭാഗം കൈവിട്ടതോടെ സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് കാണാം. ഈ പശ്ചാത്തലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാനായാൽ ഡൽഹിയിൽ നിന്നുള്ള KC വേണുഗോപാലിന്റെ വരവ് തടയാനായി കേരളത്തിലെ നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന അഭിപ്രായം മുതിർന്ന നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് തന്റെ ലക്ഷ്യവും കേരളത്തിൽ അധികാരം പിടിക്കുക എന്നതാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞത്. അതിന്റെ അർത്ഥം താൻ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വേണുഗോപാലിന്റെ ഈ പ്രസ്താവന അധികാരത്തിൽ വരാനായാൽ മുഖ്യമന്ത്രി പദം ലക്ഷ്യമാക്കി ഉള്ളതാണെന്നത് മറ്റാരെക്കാളും നന്നായി രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷ നേതാവ് VD സതീശനും അറിയാം. ഇത് സംസ്ഥാന കോൺഗ്രസിൽ ഇപ്പോൾ ഏറെ ബാധിക്കുന്നത് പരസ്പരം മത്സരബുദ്ധിയോടെ മുന്നേറുന്ന ഇവരെ 2 പേരെയുമാണ് എന്നതും പകൽ പോലെ സത്യമാണ്. മുഖ്യമന്ത്രി സ്ഥാനമല്ല തന്റെ ലക്ഷ്യമെന്ന് വേണുഗോപാൽ പറയുന്നത് കാര്യമായി എടുക്കരുത് എന്നാണ് സതീശൻ രമേശ് വിഭാഗത്തിന്റെ അഭിപ്രായം. കഴിഞ്ഞ തവണ രാജസ്ഥാനിലെ തന്റെ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തി ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചത് തന്നെ തന്ത്രം വ്യക്തമാക്കുന്നതാണ്. അന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മന്ത്രിസഭയിൽ മികച്ച സ്ഥാനം നേടാമെന്ന് കരുതിയിരുന്നു. മാത്രമല്ല മുൻപത്തേതുപോലെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ തനിക്കത് കിട്ടുമെന്നും കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് ഇവിടെയും KCയുടെ പ്രസ്താവനയെ നിഷ്കളങ്കമായി കാണരുതെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഭിന്നതകൾ മുതലാക്കിക്കൊണ്ട് കേരളത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലാണ് വേണുഗോപാലിനുള്ളത്. രാജ്യത്ത് നിലവിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന കർണാടക ലോബിയുടെ പിന്തുണയും വേണുഗോപാലിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ ഏറെ സുഗമമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സംസ്ഥാന കോൺഗ്രസിനുള്ളിലെ തമ്മിലടിയും പോരും ശക്തമായാൽ മാത്രമേ വേണുഗോപാലിന് ഇവിടെ ഇടപെടുന്നതിനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നേരത്തെ തന്നെ അദ്ദേഹം പിടിമുറുക്കിയിട്ടുമുണ്ട്. ഭരണം ലഭിച്ച നേതൃത്വത്തിന് അവകാശം ഉന്നയിക്കാൻ ഇപ്പോൾ തന്നെ 4 പേരെങ്കിലുമുണ്ട്. VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ് പ്രധാനികൾ. അതേസമയം അടൂർ പ്രകാശും ശശി തരൂരും ശക്തമായി തന്നെ രംഗത്തുണ്ട്. NSSന്റെ പിന്തുണയുണ്ട് എങ്കിലും നിരന്തരം പാർട്ടി നെഹ്റു കുടുംബം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത് തരൂരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ശക്തനായ മത്സരാർത്ഥിയല്ല. എന്നാൽ അവസാന വട്ടം വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തി സ്ഥാനം പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടൽ അടൂർ പ്രകാശിനുണ്ട്. ഇത്തരത്തിൽ നേതാക്കൾ വിവിധ കോണുകളിൽ നിൽക്കുന്നതിന്റെ ആനുകൂല്യം മുതലാക്കുന്നതിനായാണ് വേണുഗോപാൽ ശ്രമിക്കുന്നത് എന്നാണ് പാർട്ടിയിലെ പൊതു വിലയിരുത്തലാണ് ഇതെന്നും കാണാൻ സാധിക്കും.